ചേഞ്ച് വേണ്ടേ? മാറ്റം വേണം. നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാട് ടൗണിലാണ്. അപ്പോൾ എൻ്റെ കൂടുതൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. ഒരുപാട് നമസ്കാരം. ഇപ്രാവശ്യം പാലക്കാട് എങ്ങനെയാണ്? പാലക്കാട് ജയിച്ചു തൂക്കും അല്ലേ? BJP ജയിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ വിശ്വാസമാണ് ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ശക്തമായി പാലക്കാട് ശോഭാ തരംഗം ആഞ്ഞടിക്കും. സംശയമൊന്നുമില്ല, ജയിച്ചു കഴിഞ്ഞു ഓൾറെഡി. സംശയമില്ല, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റും. ശോഭാ തരംഗം ആഞ്ഞടിക്കുന്നു. സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് ട്രിച്ചൂരിൽ ഉണ്ടായത് അതേപോലെയാണ് ഇപ്പോൾ ശോഭ പാലക്കാട്. ഇപ്പം നരേന്ദ്രമോദി വന്നു പോയ ശേഷം അതിൻ്റെ സ്പീഡ് കൂടി. ഡബിൾ എഞ്ചിനായി എന്ന് പറയാനുള്ളത്. ഡബിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ എഞ്ചിനായിട്ട് വന്നിട്ട് ഏത് ഓട്ടോറിക്ഷയിൽ കയറി എവിടെ ചോദിച്ചാലും ശോഭയ്ക്ക് ജയിച്ചു എന്ന് പറയുന്നത്. എവിടെ റെയിൽസിൽ എവിടെ കയറിയാലും. ഞാൻ ബോംബെന്നാണ് വന്നിരിക്കുന്നത്. ഒരു സന്തോഷത്തോടെ വന്നിരിക്കുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്രാവശ്യം എന്തായാലും പാലക്കാട് ഒരു ചേഞ്ച് ഉണ്ടാവും. ശോഭ ജയിച്ചെന്നെ വരും. നമ്മൾ ചാലക്കുടിയിൽ നിന്ന് വന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഒരു ചേഞ്ച് വരണം. ഞാൻ ഉടുപ്പിയിൽ നിന്നാണ് തന്നെ, കർണാടക ഉടുപ്പിയിൽ നിന്നാണ് തന്നെ. താങ്കളുടെ പേര്? എൻ്റെ പേര് ശ്രീകുമാർ. പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നുണ്ട്. ഞാൻ വടക്കഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്, പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നാണ്. അപ്പോൾ ശോഭ ചേച്ചിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ വിജയം താമര ചിഹ്നത്തിലൂടെ ജനങ്ങൾ വോട്ട് ചെയ്ത് പാലക്കാട് MLA ആയി ശോഭ ചേച്ചിയെ തെരഞ്ഞെടുക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷ. അതെ, ഇപ്രാവശ്യം പാലക്കാട് ഞങ്ങൾ തൂക്കും. വോട്ടർമാരോടൊന്ന് പറയാനുള്ളത് താങ്കൾക്ക്? വോട്ടർമാരോട് പറയാനുള്ളത്, പാലക്കാട്ടെ വോട്ടർമാർ രണ്ട് മുന്നണിയും പരിശോധിച്ചു. രണ്ട് കൂട്ടരും പാലക്കാട്ടുകാരെ വഞ്ചിക്കുകയാണ്. ഷാഫി പറമ്പലിൻ്റെ ഷാഫി പറമ്പൽ ഇവിടെ തിരഞ്ഞെടുപ്പ് വരുത്തിച്ചതാണ്. 5 കൊല്ലത്തിൽ ഒരിക്കൽ വരുന്ന തിരഞ്ഞെടുപ്പ് ഇത് 3ാമത്തെ തിരഞ്ഞെടുപ്പാണ്. അത് ഉത്തരവാദിത്വം ഷാഫി പറമ്പലാണ്. ഷാഫി പറമ്പൽ കൊണ്ടുവന്ന ഒരു ചരക്ക് ഇവിടെ പാലക്കാട് ജില്ലയിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, ഷാഫി പറമ്പിൻ്റെ സ്വഭാവം. അതുപോലെയാണ് ഇന്നലെ പാലക്കാട് നഗരസഭയിൽ ഷാഫി പറമ്പൽ ഉറ്റ സഹപ്രവർത്തനം ചെയ്ത കാര്യവും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ആണുങ്ങളില്ലെങ്കിൽ കടത്താൻ പാടില്ല എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. ആണുങ്ങളില്ലെങ്കിൽ ആ വീട്ടിൽ കയറി അവർ കാട്ടുന്ന പരാക്രമം ആർക്കും വിശദീകരിക്കാൻ പറ്റില്ല. പിന്നെ CPM ഗതികെട്ട സ്ഥിതിയാണ്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. CPM പുന്നപ്പറയിലും വയലാരും കയ്യൂരും കരിവള്ളൂരും സമരം ചെയ്ത സമര നായകന്മാരൊക്കെയുള്ള പാലക്കാട് ജില്ലയിൽ ഇതുപോലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തിയതിൽ CPMകാർ തന്നെ വോട്ട് ചെയ്യില്ല. എന്താ ചെയ്ത്? കഴിഞ്ഞ തവണ കൊക്കി, ഇത്തവണ റൗണ്ട് വട്ടപൂജ്യം. കഴിഞ്ഞ തവണ എന്താ അവരെ ചിഹ്നം അവർക്ക് പോലും പറയാൻ പറ്റില്ല. ഇത്തവണ അതിനുവേണ്ടി മോതിരമാക്കി. അതേ രീതിയിലാണ് മോതിരം പോലെ തന്നെ CPM തിരിച്ചു പോകും. CPMൻ്റെ ഗതികേട് പാലക്കാട് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് യഥാർത്ഥ CPMകാർ CPMന് വോട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ സ്ഥാനാർത്ഥി ഒരു വലിയ കച്ചവടക്കാരനാണ്. CPMലെ നേതാക്കന്മാർ ഇഷ്ടംപോലെ പാലക്കാടുണ്ട്, സ്വദേശികളായ. അവരൊക്കെ കടത്തി വിട്ടിട്ടാണ് ഈ സാധനത്തിനെ കൊണ്ടുവന്ന് വർഗീയത കളിക്കാൻ ശ്രമിക്കുന്നത് CPMാണ്. CPMും അതുപോലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പാലക്കാട് വന്ന് ഇറങ്ങിയവരാണ് പറഞ്ഞത്, ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരും ജയിച്ചാലാണ്. മമ്മൂട്ടി വന്ന് ഇവിടെ എന്താ ചെയ്യാൻ പോണത്? രമേശ് പിഷാരോട് പറയാം. മമ്മൂട്ടി വന്നാൽ ഇവിടെ ആർക്കാർക്ക് വേണ്ടത്? ഒരാൾക്ക് റോഡ് തരുമോ, വെള്ളം തരുമോ, അരി തരുമോ? എന്താ ജനങ്ങൾക്ക് തരിക? അതായത് CPM ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ ഞാൻ ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് മുസ്ലിം വികാരം ഇടയ്ക്ക് വിടാനാണ് ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രമേശ് പിഷാരോട് ചെയ്തത്. മമ്മൂട്ടിയെ കൊണ്ടുവരും. എന്താ മോഹൻലാലിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ല? മമ്മൂട്ടി കടി വരികയാണല്ലേ. നിങ്ങൾ മമ്മൂട്ടിയെ കൊണ്ടുവന്നോളൂ. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഞങ്ങളെ കയ്യിലുള്ള നടന്മാരെ പോലെ നിങ്ങൾ ആരുമില്ല. ഇയാളൊരു ജോക്കറാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥി പിഷാരോടി എന്ന് പറയുന്നത്
കുതിരവട്ടം പപ്പുവിനെ പോലുള്ള ഒരു ജോക്കറാണ്. ഇത് പാലക്കാട് മണ്ണിൽ വീഴാൻ പോകുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ കോൺഗ്രസ്സുകാരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വോട്ട് ചെയ്യാതെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പരന്നു നിൽക്കുന്ന, ഇന്ത്യ രാജ്യത്തെ 3-ാം പ്രാവശ്യം ഹാട്രിക് വിജയം നേടി വിജയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്ത് പാലക്കാട്ടിനെ നരേന്ദ്രമോദിയെ കൈക്കൊടുത്താൽ പാലക്കാട് ഒരു സ്വർഗമാകും. പാലക്കാടിൻ്റെ വികസനത്തിൻ്റെ മൂർധാവസ്ഥയിൽ ഈ 5 കൊല്ലം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട. 5 കൊല്ലം കൊണ്ട് ശോഭയെ പരിശോധിച്ച് ഇവിടെ വികസനമില്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട. അതാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നു. മോഡി പറഞ്ഞു, മോഡിയുടെ ഉറപ്പ് പാലക്കാടിൻ്റെ വികസനം. വികസിത പാലക്കാട്, വികസിത കേരളം, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഒന്നുമില്ല. വികസിത പാലക്കാടിന് വേണ്ടി പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ 3 തവണ BJP വിജയിപ്പിച്ചു പാലക്കാട് നഗരം. ഇന്ന് പാലക്കാട് നഗരത്തിലെ എല്ലാ റോഡുകളും BMTC റോഡുകളാണ്. പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും 3 കൊല്ലം കൊണ്ട് BJP നരേന്ദ്രമോദിയുടെ സഹായത്തോടുകൂടി BMTC റോഡുകൾക്ക് എല്ലാ വീടുകൾക്കും പൈപ്പ് കണക്ഷൻ കൊടുത്തു. പൈപ്പില്ലാത്ത മുഴുവൻ വീടുകൾക്കും പൈപ്പ് കണക്ഷൻ BJP ഭരണകൂടം കൊടുത്തു. വീടില്ലാത്ത 1200ഓളം പേർക്ക് ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുത്തു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ മാത്രം പൈപ്പില്ലാത്ത എല്ലാ വീടുകൾക്കും പൈപ്പ് കണക്ഷൻ കൊടുത്തു. കക്കൂസില്ലാത്ത എല്ലാ വീടുകൾക്കും മോഡിയുടെ സഹായത്തോടെ കക്കൂസ് നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ നിരവധി സേവനം പാലക്കാട് നഗരസഭ ചെയ്തത് പാലക്കാട്ടുകാർ കണ്ടു. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഞങ്ങളുടെ ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇൻഡോർ സ്റ്റേഡിയവും ഞങ്ങൾ ഈ ഭരണത്തിൽ ജയിച്ചാൽ, നമ്മുടെ ഈ തിരഞ്ഞെടുപ്പിൽ ശോഭ ജയിച്ചാൽ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണി ഞങ്ങൾ പൂർത്തിയാക്കും. അത് ശോഭ ജയിച്ചാൽ മേലാമുരി ജംഗ്ഷൻ മുതൽ കൂടൂർ പാലം വരെയുള്ള റോഡിൽ BMTC ആക്കും. എല്ലാ റോഡുകളും BMTC ആക്കും. കുടിവെള്ളക്ഷാമം പരിഹരിക്കും. വീടില്ലാത്ത എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി സഹായിക്കും. ഇതുപോലെ ധൈര്യത്തിൽ പറയാൻ CPM-നോ കോൺഗ്രസിനോ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഈ വികസനം ഞങ്ങൾ കൊണ്ടുവരും 5 വർഷം കൊണ്ട്. പാലക്കാട്ടുകാർക്ക് നിരവധി മോഡിയുടെ സഹായം 360 കോടി രൂപ ചെലവഴിച്ച് വലിയൊരു വ്യവസായ സംരംഭം കഞ്ചിക്കോട് വരികയാണ്. അതിൽ ആർക്കാ ജോലി കിട്ടുക? പാലക്കാട്ടുകാർക്ക്. ശോഭ ജയിച്ചാൽ അത് മുഴുവൻ പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾക്കായിരിക്കും ജോലി കിട്ടുക. അതുകൊണ്ട് ചെറുപ്പക്കാർ മുഴുവൻ ആൾക്കാരും ഇത്തവണ ശോഭയെ പരിശോധിച്ച് ശോഭയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഞങ്ങൾ ജയിച്ചാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ശബരിമലയിലെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ CPM ആണ്, കള്ളന്മാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. സ്വർണം കെട്ടത് വിജയൻ, കൊടിമരം കെട്ടത് സതീശൻ. ഇന്ന് ആരാ ചോദിച്ചിരിക്കുന്നത്? രാഹുൽ ഗാന്ധി. ആരപ്പ ശബരിമലയിലെ സ്വർണം കെട്ടതെന്നാണ്. രാഹുൽ ഗാന്ധി പൊട്ടനോട് ഞങ്ങൾ പറയുന്നു, നിൻ്റെ കൂടെ തന്നെയുണ്ട് സതീശനോട് ചോദിക്ക്. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാന പാർട്ടിയായ CPM-ൻ്റെ നേതാവ് വിജയനോട് ചോദിക്ക്, ആരാണ് സ്വർണം കെട്ടത്? നരേന്ദ്രമോദിയല്ല ഈ പ്രാന്തൻ ചോദിക്കുന്നത്. സ്വർണം കെട്ടത് ആരപ്പ എന്നാണ് ചോദിക്കുന്നത് നരേന്ദ്രമോദിയോട്. സ്വർണം കെട്ടത് വിജയനപ്പ, കൊടിമരം കെട്ടത് സതീശനപ്പ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ കള്ളന്മാരെ പുറത്തുകൊണ്ടുവന്ന് ജയിലിലടക്കാൻ ശോഭയ്ക്കും അതുപോലെ ഞങ്ങളുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും ജയിച്ച് അകത്ത് കടന്നാൽ ഇവരെ മുഴുവൻ കൽത്തുറങ്ങടക്കും. പിണറായി വിജയനും ഒരുപാട് കളവ് കേസിൽ ജയിലിൽ കിടക്കേണ്ടി വരും, സതീശനും ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയം നവീകരിക്കാൻ BJP-യുടെ സ്ഥാനാർത്ഥി, NDA സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് എൻ്റെ പുലിക്കുട്ടിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ പാലക്കാട് ജനത തയ്യാറായി കഴിഞ്ഞു. അതുകൊണ്ട് ചെറുപ്പക്കാരോടും മുഴുവൻ ആളുകാരോടും ശോഭയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ട് ഒരു നല്ല പാലക്കാട് സൃഷ്ടിക്കാൻ, നല്ല ഭരണം സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ തൂക്കും പാലക്കാട്. നിങ്ങൾക്ക് തോന്നുന്നു? നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്താണ് ഇപ്പോഴത്തെ നമുക്കൊരു പൊതു സിറ്റുവേഷൻ മുൻതൂക്കം നമുക്ക് കാണുന്നുണ്ട്. കൂടുതൽ പറയാൻ അതുകൊണ്ട് സോഷ്യൽ മീഡിയ തരങ്ങൾ ഇതാണ്. പാലക്കാട് മുൻ കൗൺസിലറായ എല്ലാവരും സുപരിചിതനാണ്. അതിൻ്റെ ശ്രീ ശിവരാജേട്ടൻ്റെ
വാക്കുകളാണ് ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ കേട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നൂറിനിലാണ്. അപ്പോൾ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ വീടുകളിൽ ഇലക്ഷൻ പ്രചരണത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തെ ഒരു ബൈറ്റ് ചോദിച്ചു. അദ്ദേഹം യാതൊരു മടിയും കൂടാതെ ഒരു ബൈറ്റ് വന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കാണുമ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.